ഗൈസ് നമുക്ക് ഈ സ്വർഗത്തിലോട്ട് പോകുന്ന വഴി നോക്കിയാലോ. ആദ്യം നമ്മൾ ഈ പോപ്പുലർ എന്ന് പറഞ്ഞ ഒരു ഷോറൂം ഉണ്ട് കട്ടപ്പനയിൽ. ഓക്കെ, പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത്. അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ ട്രക്ക് പോകുന്നുണ്ടോ, അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ തിരിഞ്ഞു പോവുക കുന്തളംപാറയ്ക്ക്. വട്ടുകുന്നേപ്പടിയാണ് നമ്മുടെ പോയിന്റ് വരിക. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോവുക. എന്താണ് നമ്മൾ കയറാൻ പോകുന്ന മൗണ്ടൻ വരിക. ഓക്കെ, ഈ കാണുന്ന വഴി വലത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വട്ടുകുന്നപ്പടിയിൽ ഇതുപോലെ അങ്കൻവാടി കാണും. ഈ ചേട്ടൻ പോകുന്നുണ്ട് ബൈക്ക്. ആ പോകുന്ന വഴി കൂടെയാണ് നമ്മൾ കയറി പോകണം കേട്ടോ. ഈ കാണുന്ന കോൺക്രീറ്റ് വഴി, ഈ കഴയുടെ സൈഡിൽ കൂടെയുള്ള ഈ കോൺക്രീറ്റ് വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഭയങ്കര കയറ്റം ആട്ടോ. അത് 2 കിലോമീറ്റർ നല്ല കയറ്റം വരുന്നുണ്ട്, അത് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഓക്കെ, അമ്പലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു അമ്പലമുണ്ട്. അവിടെ നമ്മൾ വണ്ടി ഇടാൻ പറ്റും. ആ വണ്ടി ഇട്ടിട്ട് വേണം നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ മലയോട്ട് കയറേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും, കാരണം പാതിയോളം മല നമ്മൾ വണ്ടി കയറിയുണ്ട്. ഇപ്പോൾ കുറച്ച് പോർഷൻ നമ്മൾ കയറിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ഒരു നോർമൽ ട്രക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 1 അവർ ഉണ്ട് ആ മലയുടെ മുകളിൽ കയറാൻ പറ്റും കേട്ടോ. ഇവിടുന്നാണ് കയറുന്നതെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള റൂട്ടാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ബൈക്ക് കൊണ്ട് വന്ന വഴി വരുന്നത്. ഓക്കെ, നല്ല കയറ്റമാണ്, അത് പ്രതീക്ഷിച്ചിന് വരിക. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചേച്ചി ഇപ്പോൾ വരുന്നുണ്ട്. ആ ചേച്ചി വരുന്ന വഴിയെ കൂടെ നടന്ന് ഈ പയ്യൻ നിൽക്കുന്ന ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ചെറിയ ഇടവഴി കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ പോവുക. അപ്പം ഈ ഓസൊക്കെ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ചവിട്ടി മരിക്കാതെ പോകാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ മല ഈ സൈഡിൽ കൂടെ കയറുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേങ്കിൽ ഇതേപോലെ പാറയുടെ മുകളിൽ കൂടെ വേണം നമ്മൾ കയറി പോകാനായിട്ട്. അപ്പോൾ ചെറിയൊരു ഹൈറ്റ് ഒരു എഫേർട്ട് ഇടേണ്ട മലയാളം ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ കയറണം. കാരണം ചെറിയ റിസ്ക് ഉണ്ട്, ഇതുപോലെ പാറക്കൂടെ വേണം കയറാൻ. സോ മഴയുള്ള ടൈമിൽ ഒരിക്കലും വരരുത്, കാരണം തെന്നി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതേപോലത്തെ ചെടികളുണ്ടല്ലോ ഗൈസ്, ഈ ചെടികളുടെ ഇടയിൽ കൂടെ വേണം നമ്മൾ കടന്നു പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ചെടികൾ കണ്ടിട്ടുണ്ടാകും പല ആൾക്കാരും, പല മലയാളം ഉണ്ട്. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇതുപോലത്തെ ചെടികൾ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഒരു സ്ഥലത്ത് നട്ടുച്ചയ്ക്ക് വരാതിരിക്കുക ഞങ്ങളെ പോലെ. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്കാണ് വന്ന് കയറിയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഓസ് കാണുന്നുണ്ടോ, അപ്പോൾ ഈ കിടക്കുന്ന ഓസ്, അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് മുകളിൽ എത്തുമ്പോൾ തൊട്ട് ഈ ഓസിനെ ഫോളോ ചെയ്ത് മുകളിൽ കയറുക. കാരണം ഈ ഓസിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് വഴി വരിക. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കും. ഓക്കെ, തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ ഈ ഓസിനെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ വഴി തെറ്റാതെ ഇറങ്ങാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് മുകളിൽ കയറി. അപ്പം ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നമ്മൾ പോകും, കുറച്ച് ശ്രദ്ധിക്കുക, കാരണം താഴ്ന്നു പോകാതെ. വലിയ പൊക്കെയൊന്നും അല്ല, എന്നാലും നമ്മുടെ കൈയും കാലമൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. മൊത്തം പുല്ലാണ് ഗൈസ്. അപ്പം ഈ പുല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈയൊന്നും കവർ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടാണ് കയറുന്നതെങ്കിൽ നമ്മുടെ കാലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വൈകിട്ട് കുളിക്കുമ്പോഴൊക്കെ ഒരു നീറ്റിലൊക്കെ വരും. കയറുന്നുള്ളവർക്ക് അറിയാം. അപ്പോൾ ഈ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെയാണ് വണ്ടി ഇട്ടിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുക. നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ട്. അപ്പം ഈ ട്രക്കിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ്, ചെരുപ്പിട്ട് കയറാൻ നിൽക്കരുത് കേസ്. ചെരുപ്പ് വൻ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം ഒരു ഗ്രിപ്പുള്ള ഒരു ഷൂ ഇട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള പാറകളിൽ കൂടെയാണ് നമ്മൾ കയറുക. ഓക്കെ, കേസ് നമ്മളൊന്ന് തിന്നുകയോ ഗ്രിപ്പ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് മണ്ടലൊക്കെ വീണ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാകും, കാരണം ആരെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം അതുകൊണ്ടൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക. പറ്റുമെങ്കിൽ ബോഡി കവേർഡ് ആയിട്ടുള്ള ട്രെക്കിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അത് ചെറിയ ഇടുവാണെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത്ര സീനൊന്നുമുള്ള മലയൊന്നും അല്ല കേട്ടോ. ഇതിൽ പുൽമേടൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് നമ്മൾ എത്താറായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം ആ മലയുടെ ടോപ്പായിട്ട് ഉള്ള വശത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗൈസ്, അപ്പം നമ്മളിതിൻ്റെ മുകളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന കുന്തളംപാറ വരിക. അതായത് കുന്തളംപാറ എന്ന് പറഞ്ഞ കട്ടപ്പനയെ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണിത്. ഇവിടെ ഒരു 6ഓളം മലകളുണ്ട് കേട്ടോ. കട്ടപ്പന എന്ന് പറയുന്ന ഒരു 6 മലകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്, ചെറിയൊരു സിറ്റിയാണ് കട്ടപ്പന വരിക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ മലയാണ് ഈ കുന്തളംപാറ എന്ന് പറഞ്ഞ ഈ മൗണ്ടൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. ഓക്കെ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ വരിക. അധികം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. നമുക്ക് നൈസായിട്ട് ട്രെക്ക് ചെയ്ത് സേഫായിട്ട് ട്രെക്ക് ചെയ്തിറങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി മലയാണ് കുന്തളംപാറ വരിക. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന സ്ഥലം. ഓക്കെ, അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത്. ഈ റൂട്ട് വന്ന് ഇവിടെ വന്ന് കണ്ടിറങ്ങി ഇതേ വഴി കൂടെ ഇറങ്ങുന്നതാണ് ഏറ്റവും സേഫായിട്ട് സ്ഥലം. അപ്പോൾ നമ്മളിവിടുത്തെ ഹൈലൈറ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കുളം വരിക. ഓക്കെ, ഇത് കുറച്ച് വെള്ളം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, വേനലൊക്കെയാണ്, അതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കുറച്ച്
മഴയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ വരിക. ഈ ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ രാവിലെ സൺറൈസിൻ്റെ സമയത്ത് ഈവനിങ് സൺസെറ്റും വരുന്ന സമയത്ത് വരുവാണെങ്കിൽ ഗൈസ് ആ അടിപൊളി ഫോട്ടോസ് എടുത്ത് കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് മനസ്സിൽ വെച്ച് വെക്കുക. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല പോകുന്നതൊക്കെ, നമ്മൾ ഈ താഴോട്ട് ഈ കാണുന്ന മലയില്ലേ അതിലൂടെ ചെരിയിലൂടെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ മലയുടെ താഴ്വശമായിട്ട് നമ്മൾ ആദ്യം കണ്ടില്ല പോപ്പുലറിൻ്റെ സൈഡ്, അവിടെ നമ്മൾ നമ്മുടെ ബൈക്ക് വേറൊരു ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ മല ഇതിൽ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ഇറങ്ങും. അപ്പോൾ അവിടെ നിന്ന് ആ ബൈക്കിലെടുത്ത് വീണ്ടും അമ്പലപ്പാറ നമ്മുടെ ബൈക്ക് വെച്ചില്ലേ ആ ബൈക്ക് വെച്ചെടുത്തിട്ട് വന്നിട്ട് ഇറങ്ങി പോരാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ബൈക്കിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ വണ്ടി പോയാലും വീടും. പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് ചുറ്റാണ്. ഓക്കെ, ചുറ്റി വരണം. അപ്പം അത്രയും ഒരു ഫുൾ ട്രക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു ട്രക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ ഒരു ട്രക്ക് ഈ മല ഫുള്ള് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫുൾ ട്രക്ക് നിങ്ങൾ ചെയ്യണം. കാരണം ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഈ വഴി ഇറങ്ങി പോവുക. ഈ വഴി ഇറങ്ങി പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ ഈ വിഷ്വൽസിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് തന്നെ നിങ്ങളത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതൊരു 2-2.5-3 മണിക്കൂർ വരെ മിനിമം പിടിക്കുന്ന ഒരു ട്രക്കാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ട്രക്ക്. ഞങ്ങളിത് കയറിയിട്ട് 12 മണിയായപ്പോഴാണ് ഞങ്ങൾ കയറി തുടങ്ങിയത്. ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിയിൽ ഞങ്ങൾ താഴെ എത്തിയത് ഏകദേശം 3-3:15 എത്തിയപ്പോഴാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയോണ്ടാണ് അത്ര ലേറ്റ് ആയത്. അപ്പോൾ നോർമലി അത്ര വീഡിയോ ഒന്നും എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരും. അപ്പം കുറച്ച് റിലാക്സ് ചെയ്ത് പയ്യെ പോയി പോകണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടനാണ് ഈ കുന്തളംപാറ ട്രക്ക് എന്ന് പറയുന്നത്. ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ആ ഒരു എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരാം. അപ്പം ഈ ഒരു ട്രക്ക് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുന്നും പാറയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഒരു കുന്നു പോലെ വരുന്ന ഒരു മല. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതുപോലെ ഒരു വഴിയുണ്ട് കേട്ടോ. അതായത് ആൾക്കാർ പോയിട്ടുള്ള വഴികളുണ്ട്, അതിനെ ഫോളോ ചെയ്ത് പോയാൽ മതി, നോ പ്രോബ്ലം. നല്ല സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പം അടുത്ത തവണ വരുമ്പം ഈ ഒരു ഫുൾ ട്രക്ക്, അതായത് മുകളിൽ കയറിയിട്ട് താഴോട്ട് ഇങ്ങനെ ഫുള്ള് വരാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കട്ടപ്പനയുടെ ഒരു വ്യൂ വരിക. ഓക്കെ, കട്ടപ്പനയുടെ ഒരു നല്ലൊരു വീഡിയോ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോ കിട്ടുന്ന സ്ഥലം തന്നെയാണിത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രക്കിൻ്റെ അവസാന ഭാഗത്തോട്ടാണ് നമ്മൾ എത്തി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്. അതിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഈ പാറമട. ഇതാണ് ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കുന്തളംപാറ സ്ഥിതി ചെയ്യുന്ന പാറമടയാണ്. ഇത് ഇപ്പോൾ പൊട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ കടന്നു വന്ന മല കേട്ടോ. ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.